ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരുന്ന ദൈവജനത്തോട് പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നടന്ന ഒരു സംഭവത്തിലൂടെ ഒരു ഒറ്റ കാര്യം ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടും. ഇവിടെ വന്നിരിക്കുന്ന ചിലരോടെങ്കിലുമുള്ള ദൈവിക ദൂതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവജനമായ ഇസ്രായേൽ അവർ ചെങ്കടലിന്റെ തീരത്ത് നിൽക്കുമ്പോൾ ദൈവം അവരോട് പറയുക, നിങ്ങൾ മുമ്പോട്ട് പോവുക. ആ സംഭവങ്ങളൊന്നും ഞാൻ വിവരിക്കാൻ തയ്യാറാകുന്നില്ല. അവിടെ നടക്കുന്ന ഒരൊറ്റ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. മുമ്പോട്ട് പോകുവാൻ വഴികൾ കാണാതെ ആർത്തലച്ചൊഴുകുന്ന ചെങ്കടലിന്റെ മുമ്പിൽ പകച്ച് വഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്ന ദൈവത്തിന്റെ ജനം, പ്രൈസ് ദി ലോർഡ്, അവരുടെ മുമ്പോട്ടുള്ള ജീവിത പ്രയാണങ്ങളിൽ വഴി കാണാതെ അവർ പകച്ചു നിൽക്കുമ്പോൾ അവർക്ക് മുമ്പോട്ടുള്ള പാത തെളിക്കുവാൻ ദൈവം അവിടെ ഒരു കാറ്റടിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ചില മിനിറ്റുകൾക്ക് മുമ്പ് വരെയും അവരുടെ മുൻപോട്ടുള്ള പ്രയാണങ്ങളിലെ പാതകളിൽ പ്രതിസന്ധിയുടെ പെരുവെള്ളമായി ആർത്തലച്ചൊഴുകിയിരുന്ന യോർദാനിലെ വെള്ളം രണ്ടായി വഴിമാറുകയാണ്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. നിന്റെ ഭാവിയുടെ മുമ്പിൽ, നിന്റെ തലമുറയുടെ ഭാവിയുടെ മുമ്പിൽ, നിന്റെ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള പ്രയാണങ്ങളിൽ പ്രതിസന്ധിയുടെ പെരുവെള്ളമായി നീ കാണുന്നതിനെ നിനക്ക് വേണ്ടിയുള്ള വഴിയാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം ദൈവം തന്റെ ആത്മാവിന്റെ കൊടിയ കാറ്റിനെ അടുപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവരെ അവസാനിപ്പിച്ച് കളയുമോ എന്ന് അവർ ചിന്തിച്ച ഈ പെരുവെള്ളമാകുന്ന പ്രതിസന്ധി, ഈ ചെങ്കടൽ അവർക്ക് വേണ്ടിയുള്ള സുഗമമായ പാതയായി മാറുകയാണ്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് നീ ഭയപ്പെടുന്ന ചില പ്രതിസന്ധി, അത് രോഗമായിക്കൊള്ളട്ടെ, എത്ര വലിയ വെല്ലുവിളികളോ ശത്രു ശക്തികളുടെ പോർവിളികളോ ഉയർന്നു നിൽക്കുന്ന പെരുവെള്ളങ്ങളോ ആയിക്കൊള്ളട്ടെ, നിനക്ക് വേണ്ടിയുള്ള സുഗമമായ പാതയായത് മാറാൻ പോകുകയാണ്. അതിനുവേണ്ടി ദൈവം കാറ്റടിപ്പിക്കുകയാ. വിശ്വസിക്കുന്നവർ കരം തട്ടി ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ പാത നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാ. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വഴി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാ. അതിനായി ദൈവ പ്രവൃത്തിയുടെ കാറ്റടിക്കുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.